സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. മുന്തിരിത്തോട്ടത്തിലേക്ക് വൈകി വന്ന കൂലിക്കാരെ പറ്റിയിട്ടുള്ള ഉപമയാണ് കർത്താവ് നമുക്ക് ഇന്ന് നൽകുന്ന സന്ദേശം. ഈ ഉപമ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക, ചില കമ്പനികളിൽ അവരൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ്, അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന റിസർച്ച്, കഠിനമായ അധ്വാനം, അങ്ങനെയുള്ള ടീം വർക്കിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ്. പക്ഷെ അതിൻ്റെ ലോഞ്ചിങ്ങിന് തൊട്ട് മുൻപായിട്ട് ചിലപ്പോൾ 1-2 പേര് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. പ്രോഡക്റ്റ് വലിയ വിജയമാകുന്നു. അവസാനം കമ്പനി എല്ലാവർക്കും, പുതുതായിട്ട് വന്നവർക്കും ഒരേ പ്രതിഫലം, പ്രൊമോഷനും ബോണസും ഒക്കെ നൽകുന്നു. ഏതാണ്ട് ഇതുപോലെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഔദാര്യത്തോടെ ദൈവം ഇടപെടുന്നു. ദൈവം തരുന്ന ഓരോ ധനാറയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കുദാശകളാകട്ടെ, അതിൽ പ്രത്യേകമായി വിശുദ്ധ കുർബാന, ജീവിതത്തിലെ നിരവധിയായ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, ഓരോ കൃപയും ഓരോ ധനാറിയായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ പ്രശ്നം വരുന്നത്, ചിലപ്പോഴൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയതിനെപ്പറ്റി, എനിക്ക് ദൈവം നൽകിയതിനെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ധനാറുകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ചിലപ്പോഴൊക്കെ നമ്മൾ അസൂയ പൂണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കാതെ പോകുന്നു. നമുക്ക് അർഹതപ്പെട്ട അനുഗ്രഹങ്ങൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്നു, കുദാശകൾ സ്വീകരിക്കുന്നു, എല്ലാം കാര്യങ്ങളും ഭംഗിയായി കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവർക്കും, ചിലപ്പോൾ പള്ളിയിൽ പോകാത്തവർക്ക് പോലും ചിലപ്പോൾ അനുഗ്രഹം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇനി വീണ്ടും നമ്മളിതൊക്കെ ചെയ്തിട്ടും, സഭയുടെ നല്ല മക്കളായി ജീവിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നും. മറ്റുള്ളവർക്കാണെങ്കിൽ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുന്നത് പോലെ തോന്നുന്നു. ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നന്മയുടെ നിറവാണ് ദൈവം. 15-ാം വാക്യം അതാണല്ലോ പറയുന്നത്, ഞാൻ നല്ലവനായതുകൊണ്ട്. അപ്പോൾ ദൈവം നന്മയാണ്. നമുക്ക് ആവശ്യമായ നന്മകൾ ദൈവം നമുക്ക് തരും എന്ന് ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക 11-ാം മണിക്കൂറിനെ പറ്റിയാണ്. നേരം വൈകി വരുന്ന വ്യക്തികൾ, അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ എന്നുള്ളതിനേക്കാൾ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ എല്ലാം ജീവിതത്തിൽ അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഏതാണ്ട് നല്ല കള്ളനെ പോലെ അവസാനത്തെ നിമിഷത്തിൽ സ്വർഗം കരസ്ഥമാക്കുന്ന ചില വ്യക്തികളുണ്ട്. ഈ 11-ാം മണിക്കൂർ എന്നുള്ള ചിന്ത എന്താണ് നമ്മളോട് പറയുക? ദൈവത്തിൻ്റെ ആ രക്ഷയും, ദൈവം നമ്മളെ സ്വീകരിക്കുന്ന അവസ്ഥയും അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടുന്ന് അത് പെരുമാറുക, നമ്മുടെ മാനദണ്ഡം അനുസരിച്ചിട്ടല്ല. ദൈവം അവസാനം വരെ അവസരങ്ങൾ കൊടുക്കാം, തീർച്ചയായിട്ടും അതും ദൈവത്തിൻ്റെ പക്കലാണ്. പക്ഷേ അവസാനം വരെ, അവസാനത്തെ അവസരത്തിനായിട്ട് നമ്മൾ കാത്തു നിൽക്കാൻ അല്ല കർത്താവ് പറയുക. നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ, ദൈവം നിന്നെ വിളിക്കുന്ന പല പല സമയങ്ങളുണ്ട്. ഇവിടെ നമുക്കറിയാം, പല മണിക്കൂറുകളിലാണ് ദൈവം വിളിക്കുന്നത്. അവിടെയൊക്കെ
ജാഗ്രതയോടെ ഇരിക്കാൻ നിൻ്റെ സമയവും നിൻ്റെ അവസരവും ദൈവം നിനക്ക് നൽകുന്ന സമയവും അവസരവും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് പറയുക. എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പ്രകാരമാണ്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെയാകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് ശ്ലീഹ പറയുക. കാരണം ഈ അവസരം, ഈ സമയം ഇത് നിനക്കിനി കിട്ടണം എന്നില്ല. മാനസാന്തരത്തിനും തിരിച്ചുവരവിനും മറ്റൊരവസരം ഇനി നിനക്കുണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ഒരു സത്യം ശ്ലീഹ നമ്മോട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്നത്തെ ലേഖനം കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായി ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുന്നു, ദൈവകൽപ്പനകളോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്ന ശ്ലീഹ ആ മാതൃക മറ്റുള്ളവർക്ക് നൽകുകയാണ്. ഞങ്ങൾ ദൈവവചനത്തിൽ മായം ചേർക്കുന്നില്ല, ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണ്. അപ്പോൾ ഇത് പറയാനുള്ള ബോധ്യം ശ്ലീഹായ്ക്കുണ്ട്. സെൻ്റ് അഗസ്റ്റിൻ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തെ അളക്കേണ്ടത് നാം നേടിയെടുക്കുന്ന മണിക്കൂറുകളല്ല, നാം കൊടുക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകുന്ന വലിയ കൃപകളെ, ചെറുതും വലുതുമായ കൃപകളെ നമുക്ക് ഓർത്ത് ധ്യാനിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ അനർഹരാണ്, എങ്കിലും നമ്മുടെ യോഗ്യത ഒന്നും നോക്കാതെ കർത്താവ് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഓരോരുത്തരും ഒരുപക്ഷെ 11-ാം മണിക്കൂറിൽ വന്ന ആ ദാസന്മാരെ പോലെ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. എങ്കിലും കർത്താവ് വലിയ കാരുണ്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.